അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നമ്മുടെ സ്കൂളിലെ 7 ക്ലാസ്സിലെ സ്പെഷ്യൽ വേദിയാണ് നടക്കുന്നത്. സ്പെഷ്യൽ വേദി ആണ് നടക്കുന്നത്. ആ വരച്ചെടുത്ത് വരുമ്പോൾ മയൂര MLA ശ്രീ എന്നെ നെല്ലിക്കുന്നു. വേദിയിലുള്ള DD ശ്രീ മധുസൂദൻ നായർ, അഡീഷണൽ SP ശ്രീ ദേവദാസ്, ക്രൈം ബ്രാഞ്ച് SP ശ്രീ ബാലകൃഷ്ണൻ നായർ, വേദിയിലുള്ള കാസർഗോഡ് നഗരസഭയുടെ പ്രിയപ്പെട്ട വൈസ് ചെയർപേഴ്സൺ സംഷിത ഫിറോസ്, സിനിമ ആക്ടർ ശ്രീ ഉണ്ണിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സഹീർ ആസിഫ്, ഖാലിദ് പച്ചക്കാട്, രജനി, വാർഡ് ഉണ്ടായിരുന്ന ആ ക്യാമ്പിൽ പ്രിയപ്പെട്ട ചെയർമാൻ, മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ വരികയും ആ ചെയർമാൻ അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയും എല്ലാം ഉൾക്കൊണ്ട് ചെയ്തതുകൊണ്ട് അന്ന് മുതൽ ഈ നിമിഷം വരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഇതിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. ഈ ഇത്രയും നല്ലൊരു ആശയം ഇവരെ നമ്മുടെ കാസർഗോഡ് തന്നെ തുടക്കമാകട്ടെ എന്നുള്ള ഒരു ആശയമാണ് ചെയർമാൻ അന്ന് മുതൽ രാവും പകലുമില്ലാത്ത ഈ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഏത് സമയത്തും ഫോൺ വിളിച്ചാലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് സാമ്പത്തികമായി വലിയൊരു ബാധ്യതയുള്ള ഒരു പ്രൊജക്റ്റും കൂടി ആണതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കുറച്ച് ഫണ്ട് ഇതിന് മാറ്റിവെക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തപ്പോൾ 2 ലക്ഷം രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രൊജക്റ്റിൽ 3 ലക്ഷം രൂപയാണ് നമ്മൾക്ക് ഇവിടെ ചെയർമാൻ അന്ന് ഏൽപ്പിച്ചു തന്നത്. ചെയർമാൻ പ്രൊജക്റ്റിൽ വെച്ചിട്ടുള്ളത് 3 ലക്ഷം രൂപയാണ്. അത് കേരള സംസ്ഥാനത്ത് ആദ്യമായി അതുമായി ബന്ധപ്പെട്ട് മുതിർന്ന കുട്ടികളെ ആണ് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ അതെല്ലാം 4ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും കൈകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, മയക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ ഖേദപൂർവ്വം അദ്ദേഹം നമ്മുടെ മുനിസിപ്പൽ പരിധിയിലുള്ള സ്കൂൾ, ഏത് സ്കൂളാണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള സ്കൂളുകളിൽ നിന്ന് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വളരെ ഖേദപൂർവ്വം നമ്മളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് കാസർഗോഡ് നഗരസഭയ്ക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് നഗരസഭ ഓരോ വിദ്യാലയത്തിൽ നിന്നും 100 കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് ആദ്യ പടി എന്ന നിലയിൽ 100 കുട്ടികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ GPS ഇവിടെ തയ്യാറാക്കുന്നത്. ഇവിടെ 100 കുട്ടികളല്ല, 100-ൽ പരം കുട്ടികളുണ്ട്. പക്ഷേ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യം 100 ആലോചിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ, വ്യാപാര വ്യവസായ വികസനത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ
കൂടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലയൺസിന്റെ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്, JCIന്റെ ആളുകൾ ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിച്ചേരുകയാണ്. ഇതൊരു നന്മയുടെ ഒരു പ്രവർത്തനം എന്ന രീതിയിൽ ഇത് എല്ലാവരും കൂടിച്ചേരുകയാണ്. ആ കൂടിച്ചേരലാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാടിലുള്ള നമ്മുടെ രക്ഷകർത്താക്കന്മാർ, വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാർ മാത്രമല്ല, ഒരു സമൂഹത്തിലുള്ള എല്ലാ ആളുകളും ഈ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ച് SB ആയിട്ട് നിന്നിട്ട് പോലും നമ്മൾ അവരെ മറക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ മറന്നിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ആളുകളോട് സംസാരിക്കാനുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഉണ്ണിരാജ് അല്ലേ, മറിമായം എന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആരും മറക്കില്ല. അങ്ങനെയുള്ള ഒരാളെയും കൂടിയാണ് നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ല ധന്യമായ ഒരു മുഹൂർത്തമാണ്. പ്രകാശിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സമയം ഞാനതിനോട് അടുത്തുവെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ വൈകുന്നേരത്തെ മാവേലി എക്സ്പ്രസിന് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരാൾക്ക് അവസാനത്തെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷവും അസ്വസ്ഥതയും ശരിക്കും അറിയാവുന്ന ഒരാൾ ഞാനാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ വേദിയിൽ എനിക്കിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതില്ല. പക്ഷേ തിരുവനന്തപുരത്തിൽ പോകേണ്ട ആളുകൾ, മാവേലി എക്സ്പ്രസിന് പോകേണ്ട ആളുകൾ ഇവിടെയുണ്ട്. വൈകുന്നേരം 5 മണി എപ്പോഴാകുക എന്ന് കാത്തിരിഞ്ഞ് ഇങ്ങനെ ഓഫീസിൽ വിടുന്ന ഉദ്യോഗസ്ഥന്മാരല്ല ഞാൻ വിമർശിക്കുന്നത്. ഇവരെ പോലെ ഉദ്യോഗസ്ഥന്മാർ, സാമൂഹിക പ്രതിബദ്ധതയുള്ള, നമ്മുടെ കുട്ടികളുടെ ഭാവിയിൽ താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരാവാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ ബാലകൃഷ്ണനായ പോയതിനു ശേഷം വന്ന പുതിയ അഡീഷണൽ SP ഈ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ വെറും പുസ്തകപ്പുഴുക്കളായി തീരാതെ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചു വന്നവരാണ്. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പരീക്ഷകളിൽ 100-ൽ 100 മാർക്ക് വാങ്ങി വിജയിച്ചാലും നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്നത്തെ പരീക്ഷാ രീതി എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥ കഴിവ് അളവ് നോക്കാനുള്ള അളവ് പോലെയുള്ള ഇന്നത്തെ പരീക്ഷാ സമ്പ്രദായം. നിങ്ങൾ ശരിക്ക് മിടുക്കന്മാരും മിടുക്കുകളുമാണ് എന്ന് പറയണമെങ്കിൽ ഇതൾ എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതളിന്റെ ആശയമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. ഇതൾ എന്താണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നിങ്ങൾ പാകപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ സമൂഹത്തിലും നാടിനും നിങ്ങളുടെ രക്ഷിതാക്കൾക്കും ഒക്കെ തണലായി വർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് ഈ ചടങ്ങിൽ നിങ്ങൾക്ക് വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇതിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അഡീഷണൽ SP ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ DD അടുത്ത് പോയി ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ DDയും അദ്ദേഹവും നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു ബന്ധം അവർ തമ്മിലുണ്ട്. അവർ ഒരേ നാട്ടുകാരാണ്, ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച ആളുകളാണ്. അപ്പോൾ ഏതായാലും ആ ഉദുമ ഭാഗത്ത് സ്കൂളിൽ പോയി നമ്മുടെ കുട്ടികൾ ആ ബെഞ്ച് ഒന്ന് തേടി പിടിച്ച് ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഭാവിയിൽ നല്ല ആശയമുള്ള തലച്ചോറുള്ള ആളുകളായ നിങ്ങൾക്ക് ആ ബെഞ്ചിലിരുന്ന് പഠിച്ചാലായിത്തീരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്കൂളിൽ സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ പറയുകയുണ്ടായി, നിയമസഭ സമ്മേളിക്കാൻ പോവുകയാണ്. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സബ്മിഷനോ പോളിംഗ് അറ്റൻഷനോ ഞാൻ ഉന്നയിക്കുമെന്ന്
ഞാൻ അന്ന് ആ യോഗത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചെയർമാൻ അത് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ നമ്മൾ DD എന്നോട് ചോദിച്ചു, നിയമസഭയിൽ ഇപ്പോൾ 4 ദിവസം നിയമസഭ സമ്മേളിച്ചപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണല്ലോ നിങ്ങളെല്ലാവരും ചർച്ച ചെയ്ത്. ആ കൂട്ടത്തിൽ ഈ വലിയൊരു പ്രശ്നം ചർച്ച ചെയ്തില്ല എന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കാര്യം നിയമസഭയിൽ ഉന്നയിക്കാത്തത് എന്ന് നമ്മൾ DD പറഞ്ഞു. അപ്പോൾ DDക്ക് ഞാൻ അപ്പോൾ തന്നെ മറുപടി നൽകിയിരുന്നു. അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാനും പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ SP ബാലകൃഷ്ണൻ നായർക്കും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം, നിയമസഭയിൽ MLA-മാർക്ക് തോന്നിയ പോലെ സബ്മിഷൻ അവതരിപ്പിക്കാൻ അവസരം കിട്ടില്ല. ചെറിയ സമ്മേളനമാകുമ്പോൾ ആ സമ്മേളന കാലത്ത് ഒരുപക്ഷെ ഒരു സബ്മിഷനായിരിക്കും MLA കിട്ടില്ല. എനിക്കൊരു സബ്മിഷൻ കിട്ടി. കാസർകോട്ടെ ദുരിതം അനുഭവിക്കുന്ന അടക്ക കർഷകരുടെ ദയനീയമായ ജീവിതമാണ് ഞാൻ നിയമസഭയിൽ ഇപ്രാവശ്യം സബ്മിഷനിൽ അവതരിപ്പിച്ചത്. വീണ്ടും ഒരു സബ്മിഷനെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവസരം കിട്ടുകയാണെങ്കിൽ ഈ വിഷയം ഞാൻ ഏതായാലും സഭയിൽ അവതരിപ്പിക്കുമെന്ന് ഞാൻ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സബ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നല്ല കാര്യം. ഒരുപാട് ലെറ്റർ പേഡിൽ ഇപ്പോൾ എൻ്റെ ഉണ്ട്. ആ ലെറ്റർ പേഡ് ഉപയോഗിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് കൊടുത്ത് മുഖ്യമന്ത്രിയെ കൊണ്ട് കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലും ഇത് അവതരിപ്പിക്കാനും ഇത് ഇൻ്റർവ്യൂസ് ചെയ്യാനുള്ള ഫലപ്രദമായ ഇടപെടൽ ഞാൻ നടത്തുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നീണ്ടൊരു പ്രസംഗം നടത്തുന്നതിന് ഞാൻ മുൻപിടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സിനിമാ നടൻ ശ്രീ ഉണ്ണിരാജ അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഗർഭസങ്കടത്തിലായി. കാരണം 3 മാസങ്ങൾക്ക് മുമ്പ് ഞാനും അദ്ദേഹം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ ഒരു ക്ലബിൻ്റെ വാർഷിക പരിപാടിയിൽ ഒന്നിച്ചുണ്ടായിരുന്നു. എൻ്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു. അദ്ദേഹം പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 2 മിനിറ്റ് നേരം ഞാൻ നിങ്ങളുടെ പ്രസംഗം കേൾക്കും. പിന്നെ വേറെ ഏതെങ്കിലും അവസരത്തിൽ വേറെ ഏതെങ്കിലും വേദിയിൽ നിങ്ങളെ കിട്ടുകയാണെങ്കിൽ അന്ന് നിങ്ങളുടെ മുഴുവൻ പ്രസംഗവും ഞാൻ കേൾക്കുമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് നൽകിയിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ 100% രാഷ്ട്രീയക്കാരനാണ് എന്ന് അദ്ദേഹം എന്നെ സംബന്ധിച്ച് വിലയിരുത്തും. അപ്പോൾ MLA പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബാലകൃഷ്ണൻ സാറൊക്കെ തിരുവനന്തപുരം പോകാണ്ട് അവരെ കൂടുതൽ നീട്ടുന്നില്ല. നമ്മൾ എല്ലാവരും നമ്മുടെ MLA ഉൾപ്പെടെയുള്ള എല്ലാവരും നമ്മുടെ വിശിഷ്ട ഉണ്ണിരാജിന്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. 1-2 വാക്കുകൾ ഞാൻ നിർത്താം. നമ്മുടെ കുട്ടികളെ നമ്മളെ മറ്റു സർക്കാർ തലത്തിൽ മറ്റു വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളും നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച്. എന്നാൽ ഇതൾ പദ്ധതി അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതൾ പദ്ധതി ലക്ഷ്യമാക്കുന്നത് LP UP വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. അവരുടെ നമുക്കറിയാം, ഇവരെ ഈ പ്രായത്തിൽ UP സ്കൂളൊക്കെ പഠിക്കുന്ന ഈ കാലഘട്ടമാണ് അവരുടെ വ്യക്തി വികാസത്തിന്റെ ഒരു പ്രധാന ദിശയാണ്. ആ ദിശയിൽ അവരുടെ കഴിവുകൾ, ഓരോ വ്യക്തികൾക്കും ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ ശരിക്കും കണ്ടെത്തി അത് പരിപോഷിപ്പിച്ച് അത് വളർത്തി അവർ ഏറ്റവും നല്ല ഒരു വ്യക്തിയായി വളർത്തിയെടുക്കുമ്പോഴാണ് അവർ ഉത്തമ പൗരന്മാരായി തീരുന്നത്. നമ്മുടെ പ്രിയങ്കരനായ MLA അദ്ദേഹം പറഞ്ഞതുപോലെ പരീക്ഷകളെല്ലാം 100 മാർക്ക് വാങ്ങിയ അവരെ നമുക്ക് മിടുക്കരായി അതുകൊണ്ട് മാത്രം അവരെ മിടുക്കരായി കാണാൻ പറ്റില്ല. അവരുള്ള കഴിവുകൾ, അവരുള്ള മൈനസ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആക്കി ഏറ്റവും നല്ല ഒരു പൗരനായി വളരുമ്പോഴാണ് അവരൊരു ഉത്തമ പൗരനായിട്ട് മാറുന്നത്. തന്നെ നമ്മളിപ്പോ വിദ്യാർത്ഥികളെ എണ്ണം കൂടി 140 വിദ്യാർത്ഥികൾ കഴിഞ്ഞവണ്. പക്ഷെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ അത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 100 ലിമിറ്റ് ചെയ്തു. അപ്പൊ അതിലേക്ക് തിരഞ്ഞെടുത്ത ആ ഒരു പരീക്ഷ രീതി തന്നെ മറ്റു പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമാണ്. എല്ലാ പരീക്ഷകളും നമ്മൾ നടത്തുന്നത് ഏറ്റവും കഴിവുള്ളവരെ കണ്ടെത്താനാണ്. എന്നാൽ ഇതളുമായിട്ട് ബന്ധപ്പെട്ട് ഇതളിലേക്ക് തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ പരീക്ഷ ഏറ്റവും കൂടുതൽ ഇതിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടവരെ കണ്ടെത്താനാണ്. അത് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ, ഓരോ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിക്കുക, അതാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. അല്ലാതെ അനുകൂലമായ കാര്യങ്ങൾ കൂടെ, അനുകൂലമായ സാഹചര്യങ്ങൾ കൂടെ മുന്നോട്ട് പോയി വിജയം കൈവരിക്കുന്നവരെ പ്രതികൂല സാഹചര്യങ്ങളെ
അനുകൂലമാക്കി ഏറ്റവും നല്ല രൂപത്തിൽ അവരെ കഴിവുകളെല്ലാം വളർത്തി മുന്നോട്ട് പോകുക എന്നുള്ള ഒരിതാണ്. അപ്പോൾ ഇതിന്റെ ശൈശവ ദിശയിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇത് ഒരു ചരിത്രപരമായ ഒരു പദ്ധതി തന്നെ ആണ്. കാരണം ഒരു പദ്ധതിയും ഇത്രയും അത് ശൈശവ ദിശയിൽ തന്നെ അത് അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ പ്രാധാന്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ശരിക്കും എന്താണ് ഇതെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ ആവശ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ഇതിന് ഈ 3 ലക്ഷം അനുവദിച്ചിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിന് ഉറപ്പു നൽകുകയാണ്, ഈ പദ്ധതി അദ്ദേഹത്തിന് ഈ 3 ലക്ഷം രൂപ മുടക്കി ഇതിനെ അനുവദിച്ചത് അതിന്റെ എത്രയോ മടങ്ങ് അദ്ദേഹം ഈ വിദ്യാർത്ഥികളിൽ നിന്നും തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇത് 100% ഉറപ്പുണ്ട്. അത് ഇവിടെയുള്ള നമ്മളിവിടെ വരുമ്പോൾ തന്നെ അവർ ശരിക്കും ഒരു ഉത്സവ പ്രതീതിയായിരുന്നു ഇവിടെ വരുമ്പോൾ. ഞാനും ബാലകൃഷ്ണ സാറും കൂടിയാണ് പറഞ്ഞത്, വരുന്ന സമയത്ത് തന്നെ നല്ല ഒരു ഉത്സവ പ്രതീതിയായിരുന്നു കവാടത്തിൽ തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അതിൽ നിന്ന് തന്നെ ഇതിന്റെ പദ്ധതി ഈ ശൈശവ ദിശയിൽ തന്നെ ഇത്രയും സ്വീകാര്യതയുണ്ടെങ്കിൽ ഇത് എന്തായാലും എത്രയും പെട്ടെന്ന് വളർന്ന് നമ്മുടെ MLA അദ്ദേഹം ചെയർമാനൊക്കെ ആഗ്രഹിക്കുന്നപ്പോൾ തന്നെ ഇത് കേരളത്തിലെ മൊത്തം അതേ താമസിയായി തന്നെ എല്ലാ സ്കൂളുകളിലും വരും എന്നുള്ളതിന് തർക്കമില്ല. ഞാൻ ഈ പദ്ധതിയെ പറ്റിയിട്ട് നമ്മൾ ആദ്യം കഴിഞ്ഞ സ്വാഗത സംഘം രൂപീകരിക്കുന്ന സമയത്ത് ഒരു നിർദ്ദേശം വന്നിരുന്നു. SPCയുടെ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ആദ്യം നമ്മൾ 12-ാം തീയതി ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും വരാം, എനിക്ക് ആ പദ്ധതിയിൽ നിന്ന് അയച്ചു തരും എന്ന് പറഞ്ഞു. ഞാനത് അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചു. ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ്. കാരണം SPC നമ്മൾ ഇത്രയും നല്ല പദ്ധതിയായ SPCയുടെ ശില്പിയാണ് വിജയൻ സാറ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് ഏറ്റവും നല്ലൊരു പദ്ധതിയാണ്. എനിക്കെന്താണ് ഇതിന്റെ പ്രവർത്തനം കാണാൻ നേരിട്ട് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ ഓണത്തിന് തിരക്കുമില്ല, നിയമസഭയുടെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇപ്പൊ ഞാൻ വരുന്നില്ല, എന്നാലും കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വരും എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അത് തന്നെ നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. മറ്റേ കൂടുതൽ എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച പ്രിയപ്പെട്ട, നമുക്കറിയാം നമ്മൾ കാസർഗോഡിന്റെ വിദ്യാഭ്യാസ മേഖലയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ TV മധുസൂദനൻ DD കാസർഗോഡ്, എൻ്റെ പ്രിയ സുഹൃത്ത് അഡീഷണൽ SP ശ്രീ CM ദേവദാസ് മാഷാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പോലീസിന്റെ ആണെങ്കിലും എല്ലാ പരിപാടിയും, ഇപ്പോൾ ഞങ്ങളുടെ പോലീസിന്റെ ഒരുപാട് പരിപാടിയുണ്ട്. പോലീസ് കേഡറ്റ്, SPC, അതുപോലെ മറ്റ് NSS, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട്സ്, ഇതൊക്കെ ഹൈസ്കൂളിലത്തെ കുട്ടികളെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. നമ്മുടെ UP സ്കൂളിൽ നമുക്ക് അറിയാം 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളെ ഒരു പദ്ധതി നമ്മുടെ കേരളത്തിൽ എവിടെയില്ല. ഇപ്പോഴത്തെ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സാഹചര്യം, നേരത്തെ പ്രിയപ്പെട്ട നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞതുപോലെ ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിലെ കുട്ടികളെ പിടികൂടുക എന്നുള്ള ആശങ്ക ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് നമ്മുടെ ലഹരി മാഫിയ സംഘങ്ങളാണ്. ചെറിയ പ്രായത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ ലഹരിയുടെ അടിമകളാക്കിയാൽ അവരെ ഒരുപാട് കാലം അവർ മുഖാന്തരം ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടിട്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ നയിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിലെ UP സ്കൂളിലെ കുട്ടികളെ അവരെയാണ് പിടികൂടേണ്ടതെന്നുള്ള ആശയം. പിന്നെ ഏറ്റവും കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മാഫിയ സംഘങ്ങള് അവരെ ആ രീതിയിലേക്ക് തിരിഞ്ഞപ്പോൾ നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ തന്നെ 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളെ തന്നെ ഇങ്ങനെ ഒരു പദ്ധതി വേണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ രാമകൃഷ്ണൻ നിർമ്മൽ മാഷ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം നമുക്ക് എല്ലാവർക്കും യോജിച്ച് പ്രാവർത്തികമാക്കാം എന്ന് തീരുമാനിച്ചത്. നമുക്ക് നമ്മുടെ നാട്ടിലെ ആശയത്തിന് യാതൊരു പഞ്ഞവുമില്ല. ആശയം ഉണ്ടായതുകൊണ്ട് ഒരു പരിപാടി തുടങ്ങാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല. ഞാൻ സ്ഥിരം പറയാറുണ്ട്, നമ്മുടെ ജൂൺ 5 നട്ട മരങ്ങളൊക്കെ വളർന്നിരുന്നെങ്കിൽ കേരളം തന്നെ കൊടുങ്കാടായി മാറിയതിന്. ഓരോ വർഷവും ജൂൺ 5 നടുന്ന മരങ്ങളിലാണ് വീണ്ടും അതേ കുഴിയിൽ തന്നെയാണ് നമ്മൾ അടുത്ത വർഷവും മരം നടുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഈ ആശയം ഇതൊരു വിജയമാണെങ്കിൽ ആ വിജയത്തിന് ഉത്തരവാദി ഇവിടുത്തെ സ്കൂളിൽ നമുക്ക് ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആൾക്കാർ, ഇവിടുത്തെ PTA, ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആൾക്കാർ, ഇവരെല്ലാം ഒത്തുചേർന്നുള്ള ഒരു വിജയമാണ്. ഒരു പദ്ധതി തുടങ്ങി അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ നമുക്കറിയാം സ്കൂളിലത്തെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ സർവ്വങ്ങളുടെ ടീച്ചറായാലും വിജയൻ മാഷായാലും ഇതൊക്കെ വേണ്ടി 4 മണിക്ക് ശേഷമാണ് നമ്മൾ ഈ പദ്ധതി കുട്ടികളുമായിട്ട് സംവദിക്കുന്നത്.
അപ്പൊ സാധാരണ നമുക്കറിയാം പല സ്കൂൾ ടീച്ചർമാർക്ക് ഒരുപാട് തിരക്കുണ്ടാവും. 4 മണിക്കൂർ വീട്ടില് സ്വന്തം കുട്ടികൾ വീട്ടിൽ വരും, വീട്ടിലെ കുട്ടികൾ നോക്കാനുണ്ട്, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് 4 മണി മുതൽ 5 മണി വരെയുള്ള 1 മണിക്കൂർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ടീച്ചർമാര് അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറായി. അതിന് സപ്പോർട്ട് ചെയ്യുന്ന PTA പ്രസിഡന്റ്, രാഷ്ട്രീയ സ്കൂളിനടക്കമുള്ള ആൾക്കാർ, അവര് രക്ഷിതാക്കള്, ഈ കുട്ടികൾക്ക് ചില ആൾക്കാർക്ക് ആദ്യത്തൊക്കെ പേടിയുണ്ടായിരുന്ന കുട്ടികള് പിന്നെ ക്യാമ്പിൽ, സഹവാസ ക്യാമ്പിൽ ചില രക്ഷിതാക്കൾ പറഞ്ഞ എന്റെ മകൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങൾ, അതൊക്കെ അതിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ. നമുക്ക് നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെ സാമ്പത്തികമുണ്ട്. ഏത് പരിപാടിക്കും സാമ്പത്തികമായ സഹായം കൂടിയേ തരും. സാധാരണ ഞങ്ങൾക്ക് കണ്ടിരിക്കുന്നതൊക്കെ ഞങ്ങൾ ഏതെങ്കിലും ഒരു ലോക്കൽ ബോഡിയിൽ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ ചോദിച്ചാൽ അവർ 25,000 രൂപയാണ് സാധാരണ തരിക. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിച്ചതിന്റെ ഇരട്ടി പൈസ എന്റെ പോലീസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചോദിച്ചതിന്റെ ഇരട്ടി പൈസ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു ലോക്കൽ ബോഡിയിൽ കിട്ടുന്നത്. പല അതാണ്. അപ്പോ എല്ലാവരും ഈ നമ്മുടെ ഇന്ന് സമൂഹം നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ ഭരണകൂടവും രക്ഷിതാക്കളും അധ്യാപകരും നേരത്തെ പ്രിയപ്പെട്ട MLA പറഞ്ഞവരെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ അവരുടെ ഡ്യൂട്ടിക്കപ്പുറം അവരെ എല്ലാവരും ഒക്കെ പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഒരു മാറ്റം കൊണ്ടുവരാൻ സമൂഹത്തിന് ആവശ്യം ഓരോ നിയോജകമണ്ഡലത്തിലും വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും ആത്മാർത്ഥയോടെ പ്രവർത്തിച്ചാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി ശോഭനമാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് കഴിഞ്ഞിട്ട് 50 മിനിറ്റ് നമ്മുടെ കുട്ടികളെ അവരുടെ ബാക്കിയുള്ള സാഹിത്യപരമായ സിദ്ധികൾ എങ്ങനെ അവർക്ക് നേടാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഓരോ കുട്ടിയുടെയും ലഹരി അവരുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി ആ മേഖലയിലേക്ക് കുട്ടികളെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. തുടക്കം മാത്രം നമുക്കറിയാം. അവർ തുടങ്ങിയ പ്രവർത്തനം ചിലപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവാം. നമ്മളത് എല്ലാവരും ഒത്തുചേർന്ന് എങ്ങനെയാണ് ഈ പദ്ധതി കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളെല്ലാവരും രക്ഷിതാക്കളും അധ്യാപകരും നമ്മുടെ ഭരണകൂടവും എല്ലാവരും പോലീസും എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നതിന്റെ ഉത്തമ ഉദാഹരണം ഇന്നത്തെ ഈ പദ്ധതിയുടെ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒരുപാട് ഇതിനുവേണ്ടി ത്യാഗം സഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പദ്ധതി വിജയമെങ്കിൽ അവർക്കെല്ലാവരും ഈ വിജയത്തിലവർക്ക് അവരുടേതായ പങ്കുണ്ട്, അവർക്ക് അർഹതപ്പെട്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസ നേർന്നു നിർത്തുന്നു. ചെയ്യുക അദ്ദേഹത്തെ വളരെ മുമ്പേ അറിയുന്നതാണ്. ഞാൻ പരിചയപ്പെടുന്ന ആഗ്രഹിച്ചതാണ്. ഒരു പൊളിറ്റിക്കൽ നോക്കാതെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ പണ്ടേ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും നല്ല സൗഹൃദമാകാൻ പറ്റിയ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭാഗ്യമാണ്. അങ്ങനെയല്ലോ ഒരു സൗഹൃദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭാഗ്യം. അല്ല, പോലീസിൻ്റെ എല്ലാ പരിപാടിക്കും ഞാൻ ഇവിടെ നല്ല പല ജില്ലകളിൽ പോകുന്ന ഒരാളാണ്. ഒരുപാട് വലിയ പ്രവർത്തനമാണ്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ട സാറാണ് എന്നെ വിളിച്ചത്. അപ്പോൾ SP നമ്മുടെ ബാലൻ സാർ പറഞ്ഞിട്ട് സാറ് അത് വരിക എന്നുള്ളത് ഈ സാറന്മാർക്ക് കൂടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുമ്പിൽ നിൽക്കുക എന്നുള്ളത് ഭാഗ്യമാണ്. നമ്മളെല്ലാ കാലവും എല്ലാ പരിപാടിക്കും മുന്നിൽ ഇതുപോലെ കാര്യങ്ങൾക്ക് ഞാൻ പോകുന്നുണ്ട്. എല്ലാം മാറ്റി വെച്ച് ഞാൻ പോകുന്നുണ്ട്. ഇന്ന് അമ്മ ഇങ്ങോട്ട് വരുമ്പോൾ അഡ്മിറ്റ് ആയിട്ടേക്ക് ഞാൻ അമ്മേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാം. നമുക്ക് ചെറിയ അഡ്മിറ്റ് ആക്കിയാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന അപ്പോൾ ഹോസ്പിറ്റലിൽ ആവില്ല. ചേച്ചി വരാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പരിപാടിക്ക് പോകണം. പ്രശ്നമൊന്നുമില്ല. അതാണ് ഇതുപോലെ പരിപാടിക്ക് വരിക എന്നുള്ളതാണ്. വേറെ പരിപാടി നമുക്ക് ക്യാൻസൽ ചെയ്യും. ഇതുപോലെ പരിപാടി തന്നെ കുട്ടികൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ലഹരിയും അതുപോലെ കുട്ടികളാകുമ്പോൾ ചില ഒരുപാട് അനാശാസ്യ ബന്ധപ്പെട്ട അല്ലെങ്കിൽ പല രീതിയിലും അവരെ വേറെ രീതിയിൽ വലിയൊരു ടീമിനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഡെയിലി പത്രം വായിക്കുമ്പോൾ കാണുന്ന സംഭവം അതിനങ്ങോട്ട് വിലക്കുക എന്നുള്ളത് തന്നെയാണ് ഇതല്ല, ഒരു സംശയമില്ല. അത് മാത്രമല്ല 134 വർഷം അക്ഷരം പിടിച്ച നടന്ന ഈ സ്കൂളിൻ്റെ മുമ്പിൽ വരാൻ കഴിഞ്ഞ ഭാഗ്യമായിട്ട് കാണുന്നത്. അല്ല, ഇപ്പോൾ ചരിത്രപരമായ സ്കൂളിൻ്റെ മുമ്പിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നത് വലിയ ഒരു സാധാരണ നാട്ടമ്പുറത്ത് നടന്നതൊക്കെ എൻ്റെ ഏറ്റവും സന്തോഷമാണ്. പല വേദിയിലും സദസ്സിലേക്കുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ സന്തോഷം. ഇതളുടെ കൂടുതലൊന്നും പറഞ്ഞില്ല. ഇതളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. കാസർഗോഡ് സോഷ്യൽ പോലീസ് ഡിവിഷൻ, അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ്, രക്ഷാകർത്താക്കള്, PTA അല്ലെങ്കിൽ അധ്യാപകർ എല്ലാവരും കൂടി സജീവമായി ഇടപെടുന്ന ഒരു പരിപാടിയാണ്. അവരെ ഈ ഒരു സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ എല്ലാം ഉണ്ടാവുന്ന കുട്ടികൾക്കാരാണ്. അവര് എവിടേക്കോ ആരും അറിയാതെ പോകുന്ന പോലെ കാരണം അവർ അങ്ങനെ അത് കൊണ്ടുവരേണ്ട എന്നാണ് ഒരു മാറ്റില്ല. ഞാൻ 28 വർഷം കലോത്സവ വേദികൾ പരിശീലിക്കും. നമ്മൾ സുഹൃത്ത് മാഷലുണ്ട്. 28 കൊല്ലം ഞാൻ കേരളത്തിലെ ഏകദേശം എല്ലാ സ്കൂളിൽ പോയിട്ടുണ്ട്. 28 വർഷം ഒരു 6 മാസം, ഒരു വർഷത്തെ 6 മാസം ഞാൻ കലോത്സവ നാടകം സ്കിറ്റ് മോണാക്ട് ഇതിൽ പോകുന്ന ഒരാളാണ്. ഇപ്പൊ അടുത്ത കാലത്ത് 5-6 കൊല്ലമായിട്ടാണ് ഇങ്ങനെ സജീവമായിട്ട് ഇടപെട്ടത് കൊണ്ട് മാത്രം സ്കൂളിൽ പോകാൻ പറ്റാത്തത്. ഏറ്റവും കൂടുതൽ കുട്ടികളോടൊപ്പമായിരുന്നു. അതായത് എൻ്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം കുട്ടികളോടൊപ്പമാണ്.
അല്ലെ +2 ഹൈസ്കൂൾ UP സ്കൂൾ നടക്കുക ഇങ്ങനെ നടന്നു പോയ ഓരോ കൊല്ലം അതിനിടയിൽ പണിക്കും പെയിന്റിങ് പണിക്കും നടപണിക്കും അതിൻ്റെ സ്കൂളിൽ സീസൺ വരുമ്പോൾ കലോത്സവത്തിന്റെ ബാഗ് തൂക്കിയിട്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും 20 കൊല്ലം തുടർച്ചയായ സ്റ്റേറ്റ് യൂത്ത് സമ്മാനം മേടിച്ചിട്ടാണ് ഡയറക്ട് ചെയ്ത് ഏറ്റവും നല്ല മികച്ച സൃഷ്ടി ഉണ്ടാക്കിയ ഒരാൾ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാൻ ഇത്ര സിനിമ ചെയ്തു, ഞാൻ സ്റ്റേറ്റ് അവാർഡ് മേടിച്ചാണ് ടെലിവിഷനിൽ. അതൊന്നും ഞാൻ അതല്ല, അത് കുറെ പറയാനുണ്ടെങ്കിൽ ഒരേ സിനിമയെ കുറിച്ച് പറയാനുണ്ട്. അതല്ല, കുട്ടികളോടൊപ്പമാണെന്ന് പറയുന്നത് എൻ്റെ അഭിമാനമാണ്. കുട്ടികളോടൊപ്പം ആയിരുന്നു. അപ്പം കുട്ടികൾക്ക് ഒരു വിഷയം വരുമ്പോൾ ഇപ്പം അടുത്ത കാലത്ത് കൂടുതൽ വിഷയം വരുമ്പോൾ ശക്തമായിട്ട് പോലീസ് വിഭാഗവും എല്ലാം എപ്പോഴും അത് ഈ ഒരു പരിപാടി മാത്രമല്ല, പല ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ എത്രയോ ക്യാമ്പിൽ മാനസിക സാറൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അവര് അത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് ഒന്നും നടക്കൂല. കേരള പോലീസാണ് ചെറിയ പരിപാടിയല്ല, വലിയ പരിപാടിയാണ്. അപ്പൊ എന്തായാലും സന്തോഷം, സ്നേഹം വരാൻ കഴിഞ്ഞ ഭയങ്കര സന്തോഷമാണ്. എന്നാലും സന്തോഷം. കുട്ടികളെ, പ്രിയപ്പെട്ട മക്കളെ ഊർജ്ജമാകുക, എല്ലാം നല്ല നമ്മുടെ പ്രവൃത്തി ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുക എല്ലാ രീതിയിലും. അപ്പൊ എന്തുണ്ടെന്നൊക്കെ ഇവരോട് പറയാനുള്ള സാഹചര്യം ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒതുക്കി വെക്കേണ്ട, തുറന്ന് സംസാരിക്കണം. എല്ലാവരോടും രക്ഷകർത്താക്കളും അധ്യാപകരോടും ഒക്കെ കാര്യങ്ങൾ പറയണം. അതായത് സന്തോഷം, സ്നേഹം എല്ലാവർക്കും ആശംസിക്കുന്നു. ഞാനിപ്പോൾ ജയറാം നായകനായ സിനിമയിൽ വേഷം ചെയ്തിട്ട് വരികയാണ്. പിന്നെ അതുപോലെ അങ്ങനെ പ്രധാന വേഷം ചെയ്യുന്ന 2 സിനിമകൾ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പുതിയ പടം ചെയ്ത് പൂർത്തിയാക്കിയിട്ട് വരുന്ന അപ്പോൾ സിനിമയും നാടകങ്ങളും കലോത്സവമൊക്കെ ആയി പോകുന്ന ഒരു സാധാരണ നാട്ടുപുറത്തുകാരനെ നിങ്ങളുടെ സ്നേഹത്തിനും വന്നപ്പോൾ കുറേ ആൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എടുക്കാൻ പറ്റാത്തൊരു വിഷമമാണ് എനിക്ക്, അങ്ങനെയല്ലോ. അപ്പോൾ അത് നമ്മൾ സ്നേഹിക്കുന്ന ഞാൻ പക്ഷെ കാസർഗോഡ് ഇങ്ങേറ്റം നമ്മൾ അറിയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ആൾക്ക് അറിയാല്ലേ, മലയാളികളെ മലയാളം കൂടുതൽ കാണുന്ന പരിപാടിയാണ്. പക്ഷെ കന്നഡ മാത്രമായിരിക്കും ചെറിയ സംശയമായിരുന്നു. ഇല്ല, ഏതായാലും സന്തോഷം, ഏറെ സ്നേഹം, എല്ലാവിധ ആശംസകൾ ചെയ്യുന്നു. 134 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ ഈ വിദ്യാലയം 10,000ങ്ങൾക്ക് അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു ഉയർത്തിയ ഈ വിദ്യാലയം എന്തുകൊണ്ട് ഇതൽ പദ്ധതി നടപ്പിലാക്കുവാൻ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ടത്? ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ ഇവിടുത്തെ അധ്യാപകര്, PTA പ്രസിഡന്റ് അടക്കമുള്ള രക്ഷിതാക്കൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും അത് ഒരു കൂട്ടായ്മയോട് കൂടി ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പണം വലിയൊരു പ്രശ്നമാണ്. അതിനാവശ്യമായ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാസർഗോഡ് നഗരസഭയാണ് ഫണ്ട് അനുവദിച്ചത്. അത് വളരെ ശ്ലാഘനീയമാണ്. അതിനുള്ള കടപ്പാടും കൃതജ്ഞതയും ഈ അവസരത്തിൽ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെ ഇരിക്കുകയാണ്. അവരെ അറിയിക്കുകയാണ്, ഏതൊരു പദ്ധതിയും മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഫണ്ട്, എനർജി ആവശ്യമാണ്. അതിനുള്ള കൃതജ്ഞത എന്നും വിദ്യാഭ്യാസ വകുപ്പിൽ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇവിടെ ഇതിന്റെ തുടക്കം മുതൽ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നത് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മുടെ ജില്ലക്കാരെ ഉയർന്നു വരണം. നമ്മുടെ കുട്ടികളുടെ കഴിവിനെ കുറിച്ച് യാതൊരു സംശയവും വേണ്ട. കഴിവുള്ള കുട്ടികളാണ്. ഇതിൽ പ്രോഗ്രാമിൽ ഏകദേശം 100ഓളം കുട്ടികൾ ഇതിൽ അംഗങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ എല്ലാ കുട്ടികളും കഴിവുള്ളവരാണ്. രക്ഷിതാക്കളുമായിട്ട് നിരന്തരം ഇടപെടുന്ന സമയത്ത് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഈ പദ്ധതി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 500ഓളം നിയമന ഉത്തരവുകൾ ഞാൻ DD എന്ന നിലയിൽ നൽകിയപ്പോൾ കാസർഗോഡ് ജില്ലക്കാരായിട്ട് വരുന്നവർ വളരെ കുറവാണ്. നമ്മുടെ കുട്ടികൾ SSLC പരീക്ഷ, +2 പരീക്ഷ, ഡിഗ്രി പരീക്ഷകളിലെല്ലാം A+ നേടുന്നു. പക്ഷേ സമൂഹത്തിൽ ഉയർന്നു വരേണ്ട PSC പരീക്ഷ എഴുതുന്ന സമയത്ത് പിന്നോക്കം പോകുന്നു. എന്തുകൊണ്ടാണ്? രക്ഷിതാക്കൾക്ക് അതിന്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ്. ഒരിക്കലും നമ്മൾ പിന്നോക്കം പോകാൻ പാടില്ല. PSC പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ വിജയിച്ച് നമ്മുടെ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ള സ്കൂളുകൾ അടക്കമുള്ള എല്ലാ ഓഫീസുകളിലും നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. അതിനാവശ്യമായ കൂട്ടായ പരിശ്രമം ഉണ്ടാകണം. ഇതിൽ കാസർഗോഡ് ജില്ലയിൽ എന്തെല്ലാം പദ്ധതികൾ വന്നിട്ടുണ്ട് അതിൽ എന്നും എന്റെ ഓർമ്മയിൽ ഏതായാലും ഞാൻ ബഹുമാന്യനായ MLA
അവരുടെ ശ്രദ്ധയിൽ പരാമർശം പെടുത്തിയിട്ടുണ്ട്. അടുത്ത നിയമസഭയിൽ സാർ എന്തായാലും അദ്ദേഹം അത് അവതരിപ്പിച്ച് കേരളത്തിൽ തന്നെ ഒരു മാതൃകയാകുന്ന രീതിയിൽ കാസർഗോഡ് തുടങ്ങിയ ഈ പദ്ധതി മുന്നിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാസർഗോഡ് ജില്ല പഴയ കാലത്ത് പിന്നോക്ക ജില്ലയായിട്ടായിരുന്നു പല മേഖലയിലും അറിഞ്ഞത്. ഇതെല്ലാം മാറി മുന്നോക്ക ജില്ലയാണ്. ഇതിൽ കാസർഗോഡ് ജില്ല കേരളത്തിലെ മറ്റ് ജില്ലകൾക്ക് മാതൃകയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാവശ്യമായ ഇടപെടൽ ബഹുമാനായ MLA-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. കേരളത്തിലെല്ലാം ഇവരും ശ്രദ്ധിക്കുന്ന ഒരു പദ്ധതിയായി ഇത് മാറും. അതുപോലെ തന്നെ SPC കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലെ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പരേഡിൽ കാസർഗോഡ് ജില്ല എന്റെ പോലീസ് പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് നേതൃത്വം നൽകുന്ന SPC ആണ്. കാസർഗോഡ് ജില്ലയുടെ SPC ആണ് ഏറ്റവും നല്ല ടോപ്പായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എന്റെ വിദ്യാഭ്യാസ എല്ലാവിധ കുട്ടികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റെടുത്ത മുനിസിപ്പാലിറ്റി ചെയർമാൻ അതുപോലെയുള്ള കമ്മിറ്റി. മൂന്നാമതായി ഇവരെയൊക്കെ പഠിപ്പിക്കാൻ ഇവിടെ ജോലി കഴിഞ്ഞ് 4 മണിക്ക് ശേഷം അവർ പഠിപ്പിക്കാം എന്ന് ഏറ്റ ടീച്ചേഴ്സ്. അതിനു പുറമെയാണ് സംഘാടക സമിതി, ക്ലബ്ബ് പോലെയുള്ള സംഘടനകളെ. ഇത്രയും ആളുകളെ നമ്മൾ പ്രശംസിച്ചാൽ മതിയാവും. നമ്മൾ ഇത്രയും പറയാൻ കാരണം നമ്മുടെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, ഇവിടുത്തെ കുട്ടികള് സർക്കാർ സർക്കാരിലേക്ക് ജോലി ചെയ്യാനുള്ള ഒരു അപേക്ഷ പോലും സമർപ്പിക്കാത്ത ആളുകളാണ് കാസർഗോഡുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാസർഗോട്ടെ ചെറുപ്പക്കാർ ഇവിടെ ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെയും മറ്റുമാണ്. ഇവിടെ ഈ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അപേക്ഷിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് ഈ കാസർഗോഡ് വികസനം കുറച്ച് പിന്നോട്ടാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ണൂർ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന ആൾക്കാരാണ്. അവർക്ക് സമയമില്ല. രാവിലെ 10 മണിക്ക് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വൈകുന്നേരം 4 മണിക്ക് തന്നെ ട്രെയിനിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നിനും സമയം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ മക്കൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും കുഞ്ഞുങ്ങളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ചെറിയൊരു മരമാണെങ്കിൽ അതിനെ നമുക്ക് വളയ്ക്കാം. അത് ഫിസിക്കലായിട്ടല്ല, അവരുടെ മെന്റലാണ് ഞാൻ പറയുന്നത്. നല്ല ചിന്തകളെ അവരിലേക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നല്ലൊരു ഗുഡ് ലേർണർ ആവാനും ലിസണർ ആവാനും അവരെ നമുക്ക് പഠിപ്പിക്കാം. അപ്പൊ ഈ ഒരു പദ്ധതിയിലൂടെ നമ്മൾക്കത് സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു. ഒരാൾക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി. ഇന്നത്തെ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. ഈ മേഖലയിലേക്ക് തിരിയാനുള്ള ചടങ്ങ് ആരംഭിക്കുകയായി.
മേഖലയിലേക്ക് അത്യാവശ്യമാണ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തന മേഖലയിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും നമ്മുടെ GPS അതുപോലെ തന്നെ ചടങ്ങ് ആരംഭിക്കുകയായി. മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തന മേഖലയിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ ചടങ്ങ് ആരംഭിക്കുകയായി. ചടങ്ങ് ആരംഭിക്കുകയായി. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.
മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.